നാട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴും ഡിപ്രഷൻ ആണെങ്കിൽ നല്ലൊരു കാപ്പി കുടിച്ചിട്ട് കിടന്നുറങ്ങി എണീറ്റാ മാറുന്ന പ്രശ്നമുള്ളടാ നിനക്കെന്ന് പറയും. അല്ലെ പറയാം നിന്റെ അഹങ്കാരമെന്ന് പറയും. നിന്റെ ഡിപ്രഷൻ നിന്റെ അഹങ്കാരമെന്ന് പറയും. നിനക്ക് എന്തിന്റെ കുറവാണ് വീട്ടിൽ, പിന്നെന്തിനാ നിനക്ക് ഡിപ്രഷൻ? പൈസ ഉണ്ട്, മറ്റേ സൗകര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ട്, പിന്നെ ഡിപ്രഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കും. നമ്മൾ അതിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുത്ത് കണ്ടിട്ടില്ല. ഒന്ന് സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇത് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു പോയെങ്കിൽ നാട്ടുകാർ വല്ലോ അറിഞ്ഞാൽ തീർന്നില്ലേ. പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ആണെന്ന് അറിഞ്ഞോ അവർക്ക് ഡിപ്രഷനാണ്, വേറെ രീതിയിലാണ്. അവരുടെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കത്തക്ക രീതിയിൽ അത് മാറും. നമ്മുടെ പല റിലേറ്റീവ്സിനും പ്രത്യേകിച്ച് കൂട്ടുകുടുംബമൊക്കെ ഉള്ളവർക്കൊക്കെ പലരും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. നമ്മൾ ആരും പറഞ്ഞില്ല. അതിന്റെ ഇമ്പാക്റ്റ് മുഴുവൻ അവരും മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചിട്ടുമുണ്ട്. അതങ്ങനോടെ ഏറ്റെടുത്ത് ഇവരും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈക്കിൾ വന്ന് ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ടോക്സിക് ആണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയാനും അത് ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ ആളുകൾ തയ്യാറാകുന്ന സമയത്തെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ ആളുകൾ ഇപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ ആണ്. ഡിപ്രഷൻ, ട്രോമ എന്ന് നമ്മളിപ്പോൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഏജ് കാറ്റഗറി ഉണ്ടോ? അതായത് ഈ പ്രായത്തിൽ മാത്രമേ ഇത് വരാൻ പാടുള്ളൂ? ഇപ്പോൾ ചെറിയ കുട്ടികൾ പറയുമ്പോൾ വലിയ ആൾക്കാർ അതിന് നിനക്ക് എന്താണ് ഇത്ര ടെൻഷൻ, സ്കൂളിൽ പോയി പഠിക്കുക, കിടന്നുറങ്ങുക, അതിന് ഇതിന് മാത്രം ഡിപ്രഷന്റെ ആവശ്യം എന്താന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ പല രീതിയിൽ അതിനെടുക്കും. ശരിക്കും അതിന്റെ ഏജ് കാറ്റഗറി ഉണ്ട്? അല്ല, ഞാൻ അതിനെ ഓതന്റിക്കായിട്ട് പറയാൻ ഞാനൊരു സൈക്കാട്രിസ്റ്റ് അല്ല, അവരാണ് ഇത് പറയേണ്ടത്. അങ്ങനെ ഏജ് കാറ്റഗറി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കൊച്ചു കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ഈ അഡാപ്റ്റീവ് കപ്പാസിറ്റി ഉണ്ട് ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട്. പക്ഷേ സ്കൂൾ കുട്ടികളിലാണല്ലോ ഏറ്റവും കൂടുതൽ അല്ലേ ഡിപ്രഷൻ. ഇപ്പം പ്രത്യേകിച്ചും റിസൾട്ട് വരുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ പ്രഷറാണ്. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ഡിപ്രസ്ഡ് ആയി പോകുന്നുണ്ട്. അത് നീ ഈ പ്രായത്തിൽ നിനക്ക് എന്തിനാണ് ഡിപ്രഷൻ എന്ന് ചോദിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. എന്ന് വെച്ചാൽ മൂഡ് ഓഫ് ആകുന്ന ഡിപ്രഷൻ ആണെന്ന് പറയാനും പറ്റില്ല. പ്രണയം, തേപ്പ്, ഡിപ്രഷൻ, ഈ മാരേജ്, ഇങ്ങനത്തെ കോണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അത് കണക്ട് ആവുകയും ചെയ്യും. ഇത് ശരിക്കും എങ്ങനെയാ? അതായത് ലൈഫിലെ എക്സ്പീരിയൻസ് ആണോ അതോ ലൈഫിലും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്? അതിലെല്ലാം ഉണ്ട്. പക്ഷെ പറ്റിയത് ഞാൻ എല്ലാത്തരം ടോപ്പിക്കുകളെ പറ്റി വീഡിയോ ഇട്ടു. പക്ഷെ തേപ്പിനെ പറ്റിയുള്ള വീഡിയോകൾ ഭയങ്കരമായിട്ട് വൈറലായിപ്പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തേപ്പാണ് നടക്കുന്നത്. ഞാൻ സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പിനെ പറ്റി, പേരൻസും കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറ്റി, സൗഹൃദത്തെ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേട്ടത്. സൗഹൃദത്തിനിടയിൽ വരുന്ന കാര്യങ്ങളും ട്രിപ്പും കാര്യങ്ങളൊക്കെ. തേപ്പിനെ പറ്റി എനിക്കൊന്ന് 2-3 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ഭയങ്കര വൈറൽ ഹിറ്റായി പോയി. എനിക്കൊന്ന് അങ്ങനെ വേദനിക്കുന്ന കുറെ മനസ്സുകൾ എവിടെയൊക്കെയോ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് താണ്ടാ നമ്മുടെ കാര്യം പറയുന്നത് അവർക്ക് തോന്നൽ വന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആണ് ഞാൻ ഈ റീലുകളൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ചിലപ്പോഴൊക്കെ അത് ഫേസ്ബുക്കിൽ ഇടുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോപ്പുലേഷൻ ആ ഏജ് ഗ്രൂപ്പിലാണ്. വേറെ പ്രശ്നങ്ങൾ മിക്കവാറും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ നമുക്ക് റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ പാർട്ണർ മനസ്സിലാക്കാൻ പറ്റത്തില്ല ആദ്യമൊന്നും. അത് തന്നെയാണ് പ്രശ്നം. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടാണ് അത് റെഡ് ഫ്ലാഗ് ആയിരുന്നു അത് നമ്മൾ മനസ്സിലാക്കത്തില്ല. അതൊരു നേച്ചറിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇതിങ്ങനെ ഒരു സിങ്ക് ആകണമെന്നൊന്നും അവരെ അങ്ങനെ വിശ്വസിക്കണമെന്നും ഒക്കെ ആ സമയത്ത് നമുക്ക് അതൊക്കെ ഭയങ്കര കലിപ്പനും കാന്താരിയും കലിപ്പൻ ചെയ്യുന്നതൊക്കെ സ്നേഹം കൊണ്ടാണ് എന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. കാന്താരി കാണിക്കാൻ തോന്നിയാസങ്ങളല്ല, അവള് പാവാടാ, അങ്ങനെ ക്യൂട്ട്നെസ് അതൊക്കെ പറയാം. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാമാണ് നമ്മുടെ ഫീലിങ്സ് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ റീൽസോ കോഡ്സ് ഒക്കെ നമുക്ക് തരാം. അപ്പൊ എപ്പോഴും ചേട്ടന്റെ റീല് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമുക്ക് അയച്ചു കൊടുത്താൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം അവരറിയും. അതാണ് നമ്മുടെ ചിന്ത മുഴുവൻ. അതിപ്പോ പലപ്പോഴും ഇപ്പം മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ റിയാക്ഷനിലൂടെയോ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. മെസ്സേജസ് അങ്ങനെ കണക്ട് ആവുന്ന ഭയങ്കരമായിട്ടുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒത്തിരി വരുന്നുണ്ട്. ഇതെങ്ങനെ മനസ്സിലായി, ഇതെന്റെ കാര്യമാണല്ലോ, ഇതെന്റെ കഥയാണ്, എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഇത് വരുന്നുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളെ ഏതൊരു ഇമോഷണൽ സ്റ്റേജിൽ നിൽക്കുന്ന കറക്റ്റ് ആ സാധനം കൊണ്ടുവന്ന് നമ്മളെ എത്തിക്കും. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അപകടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കേട്ടോ. കാരണം അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്രമുള്ള ഗ്രൂപ്പുകൾ, അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്, യൂട്യൂബ് വീഡിയോകൾ അവരെ തന്നെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇടുന്ന വീഡിയോകളുണ്ട്. ഇവർ ഈ കാണുന്ന സാധനം തന്നെയാണ് വീണ്ടും 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 അവർ കാണുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ പല ഗ്രൂപ്പുകളുണ്ട്, ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ സംഖ്യയാണെങ്കിലും സുഡാപ്പി ആണെങ്കിലും കൊങ്ങിയാണെങ്കിലും ക്രിസംഖ്യയാണെങ്കിലും ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്നത് ഈ സംഭവം മാത്രമാണ്. അപ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ഇത് മാത്രമാണ് ശരിയെന്നാണ്. വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാതായി പോവുകയാണ്. അത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ഒരാൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും അത് ശരിയാണ്. പക്ഷേ ഈ ഐഡിയാസിൻ്റെ കാര്യത്തിൽ ഈ ഒരാൾക്ക് വേണ്ടത് മാത്രം ഫീഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് പല സ്ഥലത്തും ജനാധിപത്യത്തിലും അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പ്, അതിപ്പോ സൗഹൃദമായാലും നമ്മളൊരു റിലേഷൻഷിപ്പ്, ഒരു അച്ഛനമ്മ റിലേഷൻഷിപ്പ് എന്തായാലും അതിലെങ്ങനെ ഒരു ടോക്സിക് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുക? സ്റ്റിൽ ഇപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അയ്യോ, ഉണ്ടോന്നോ? ഇഷ്ടം പോലെ ഉണ്ട്. അത് നേരത്തെ ഒത്തിരി കൂടുതലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു റീലിനകത്ത് ഒരു ചായ കുടിച്ച് വന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ അങ്ങോട്ട് കാശും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഒരു ഡയലോഗുണ്ട്, എന്തൊക്കെ വന്നാലും നീ പിടിച്ച് നിന്നോണമെന്ന്. എവിടെ പിടിച്ച് നിൽക്കുക എന്ന് ചോദിക്കുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ എത്ര വേണമെങ്കിലും റീൽ ചെയ്യാം, പ്രതികരിക്കണം, ഇറങ്ങിപ്പോരണം, സ്വന്തം കാര്യം നോക്കണം, ഇതൊക്കെ പറയാൻ എളുപ്പം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സാഹചര്യങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊന്നും അങ്ങനെ ഇറങ്ങിപ്പോരാൻ അസാധാരണമായിട്ടുള്ള ധൈര്യമുള്ളവർക്കൊക്കെ അത് പറ്റത്തുള്ളൂ. ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും നല്ല സപ്പോർട്ടും വേണ്ടതാണ് ആ സമയത്ത് അവിടെ നിന്ന് ഹീൽ ചെയ്യാനായിട്ട്. ഫാമിലി സപ്പോർട്ട് ചെയ്യുകയല്ല, ബ്ലെയിം ചെയ്യുമായിരിക്കും. ഫാമിലിക്ക് അവരൊരു ബേർഡനായിട്ട് കാണും. സൊസൈറ്റിക്ക് അത് തന്നെ കരിവാരിത്തേക്കുന്നതിനും കല്ലെടുത്തെറിയുന്നതിനുമാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരങ്ങ് തീരുമാനിക്കും, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. അവർ കണ്ടിട്ടുള്ള അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്നവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ സിംഗിൾ ലൈഫാണെങ്കിലും നിങ്ങൾ മാരേജ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പം ഫീൽ ചെയ്യുന്നു, തോന്നുന്നു, അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പുള്ളവരെല്ലാം ജീവിച്ച പോലെ തന്നെ അതേ പാറ്റേണിൽ നമ്മൾ ജീവിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സ്റ്റേബിൾ ആണെന്ന് തോന്നി, ഓക്കെ, എനിക്കിനി ഒരു പാർട്ട്ണർ വേണം, എന്നിട്ട് ആ പാർട്ട്ണർ ഇല്ലാതായാലും എനിക്ക് നിൽക്കാനും പറ്റും എന്നുള്ളൊരവസ്ഥയിലൊക്കെ ആയിക്കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. പാരന്റിങ്ങിന്റെ പലതരത്തിൽ ഇപ്പൊ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ആ കുട്ടിയെ കണ്ടു പഠിക്കൂ അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇന്ന് പാരന്റിങ്ങിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള പാരന്റ്സ്, ഇപ്പം ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നതിലുപരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പാരന്റ്സിലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനെങ്ങനെയാ കാണുന്നത് ശരിക്കും? പാരന്റ്സ് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ആ കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ളത്, കുട്ടികളെന്ന് പറയുന്നത് എന്തോ ഒരു ഓണർഷിപ്പ് പേരൻസ് എടുക്കും. എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നില്ലേ, അപ്പം നീ എൻ്റെ ഒരു അണ്ടറിലാണ്, കൺട്രോളിലാണ് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു എല്ലാ കമ്മ്യൂണിറ്റികളും കുട്ടികളെ കാണുന്നത്, കുട്ടികൾ ആരുടെയും പെർമിഷൻ മേടിച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ, എൻ്റെ നീഡാണ് എനിക്ക് കുട്ടികൾ വേണമെന്നുള്ളത്. എൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിനും എൻ്റെ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടുമാണ് കുട്ടികൾ. അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല എൻ്റെ ലൈഫിലോട്ട് വന്നത്. ഞാൻ അവരോട് ഗ്രേറ്റ്ഫുള്ളാണ്. എനിക്ക് റെസ്പോൺസിബിലിറ്റി മാത്രമാണ് അവർ ഒരു മച്ചുവർ ആകുന്നവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന്. ഞാൻ ലീഗലി റെസ്പോൺസിബിളാണ്. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക പോലും ചെയ്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, അവനാ അപ്പനല്ലേ അതല്ലേ, അല്ല അപ്പനായി മോനായി, അല്ലെങ്കിൽ അവർ ഫാമിലി, നമ്മളെന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? പക്ഷേ പല കമ്മ്യൂണിറ്റികളിലും അങ്ങനല്ല. പോലീസ് കയറി ഇടപെടും, കുട്ടികളെ എടുത്തുകൊണ്ട് പോകും. ഇപ്പം മദ്യപിച്ചിട്ട് കുട്ടിയെ ഇരുത്തി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ ലൈസൻസ് കട്ട് ചെയ്ത് മാത്രമല്ല, കുട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം കുട്ടിയെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചു. അത് പേരൻ്റ് ആണെങ്കിലും അത് തെറ്റാണ്. അതിനെതിരെ കേസ് ചുമത്തും. നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അന്ന് എൻ്റെ കുട്ടിയല്ലോ, നീ ആരാടാ ചോദിക്കാൻ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം അവിടെ നിന്നൊക്കെ ഒത്തിരി മാറി. ഈ പറയുന്ന പോലെ ആളുകൾ, അതൊരു സമൂഹത്തിൻ്റെ ഒരു കടമയാണ്. ഒരു കുട്ടികൾക്ക് നല്ല വളരുന്നതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇവിടുത്തെ നാട്ടിലെ കുറേ കേസുകളൊക്കെ കണ്ടു. ചോദിച്ചറിഞ്ഞിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ കുറേ കേട്ടു. അത് നല്ലൊരു മാറ്റമാണത്. പിന്നെ ഇപ്പോഴത്തെ പേരൻസ് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയുമൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ അവർക്കും കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ വന്നു ഇതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ ഒരു പേഴ്സണൽ ഫ്രീഡം, അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വന്നു. നമ്മൾ പറയുന്നുണ്ട് കുട്ടികളെല്ലാം ഇപ്പം ഡ്രഗിലോട്ട് പോകുന്നില്ലേ, മാറിപ്പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഒരു ഹെൽത്തി പേരൻറ്റിങ് ഉള്ളൊരു വീട്ടിൽ നിന്ന് ഉള്ളവരാ അല്ല അങ്ങനെ പോകുന്നത്.
അങ്ങനെ പോകുന്നത് പലപ്പോഴും ചൈൽഡ്ഹുഡ് ട്രോമായും ഇതൊക്കെ ഒരു ഹൈ എക്സ്പെക്റ്റേഷനും ഒക്കെ താങ്ങാൻ പറ്റുന്നവരാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നടത്തിയ റിസർച്ചുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ അങ്ങനെ ഡ്രഗ് എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്, റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി പോവുകയാണ്. ഒരിക്കലും ഒരു ഹെൽത്തി പേരൻറ്റിങ്ങോ വീട്ടിൽ നല്ലൊരു എൻവയൺമെൻറ്റോ ഉള്ളവർ അങ്ങനെ പോകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് വീട്ടിൽ ഇപ്പം പേടിപ്പിച്ച് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് എന്നൊന്നും പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പാരന്റിങ്ങിലും ചില കാര്യങ്ങൾ മാറ്റം വന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചുറ്റും സമൂഹത്തിലുള്ള ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവർ ഈ അനുഭവിച്ച കുറെ കാര്യങ്ങൾ. അപ്പം പാരന്റിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് ഒരു കുട്ടി നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്, പക്ഷെ പാരന്റായി ഒരു ന്യൂ പാരന്റായിട്ട് മാറുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? എനിക്ക് തോന്നുന്നു അവരെ ഒരു വ്യക്തിയായിട്ട് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനുള്ള കോമൺ സെൻസ് നമുക്ക് വേണം. ചെറുപ്പത്തിലെ നമ്മൾ പറയുന്നത് കേട്ടു, നമ്മൾ പറയുന്നത് മാത്രം അനുസരിച്ചും അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഏതവസ്ഥയിലാണ് നമ്മൾ പുറമോട്ട് മാറേണ്ടതെന്നുള്ളത് നമ്മൾ വിട്ടുപോകും. അല്ലെങ്കിൽ അങ്ങനെ പുറമോട്ട് മാറുന്നത് നമുക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. എൻ്റെ കൊച്ചാണ്, ഞാൻ പറയുന്നതാണോ ചെയ്യുന്നത്, ഞാൻ ഉടുപ്പിടുന്നത് വരെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഇടണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം രൂപപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ പുറമോട്ട് മാറേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കോപ്പി ആയിപ്പോത്തില്ലേ. നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണെങ്കിൽ അത് നമ്മുടെ ഫോട്ടോ കോപ്പി എന്തിനാ, പിന്നെ ഭൂമിക്ക് അവരുടെ ആവശ്യം എന്താണ്? അവർ പ്രത്യേക വ്യക്തികളാണ്, അത് മനസ്സിലാക്കി പുറമോട്ട് മാറേണ്ടതുണ്ട്. ട്രസ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്നെ ട്രസ്റ്റ് ചെയ്യത്തില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ പല കുഴപ്പങ്ങളും ഒക്കെ കാണിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ഹെൽത്തി പാരൻറ്റിങ്ങിൽ ആ ട്രസ്റ്റ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതൊരു മനസ്സിലോ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞല്ലേ, അതിനുള്ള ബോധമുണ്ടോ, അവന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അവിടെ കിടക്കുന്നത്. കൂടുതലും ഒരു അവയർനെസ്സിന്റെ പ്രശ്നം തന്നെയാണ്. എനിക്കൊന്ന് പുറം രാജ്യങ്ങൾ US-ലൊക്കെ ഒരു 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു സ്പേസിൽ പുറം രാജ്യങ്ങളെ നമ്മൾ ഒരിക്കലും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അത് പണ്ട് മുതലേ അങ്ങനെയുള്ളൊരു കൾച്ചറിൽ വന്നതാണ്. നമ്മൾ ഒരിക്കലും അതങ്ങനെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു സമൂഹം ഉറപ്പ് വരുത്തേണ്ട ഒരു തരത്തിലും ഒരു കുട്ടിയുടെ മാനസിക നിലയെ അല്ലെങ്കിൽ വേദനിപ്പിക്കത്തര അതിനെ അവൻ്റെ ഫ്യൂച്ചറിന് വരെ ആ ട്രോമ നിലനിൽക്കത്തക്ക തരത്തിലുള്ള പേരൻറ്റിങ് നടക്കുന്നുണ്ടോ, അല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ഇടപെടുകയും അതിനെ തിരുത്തുകയും ചെയ്യേണ്ട ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ആ സമൂഹത്തിന്. പുറം നാടുകളിൽ എനിക്കൊന്ന് അമേരിക്കയിൽ കണ്ട ഒരു ഇച്ചിരി ഓവറാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളുമൊക്കെ ഞാൻ കയറി കഴിഞ്ഞിട്ട് പലരും ഒരു പേഷ്യൻറ്റിനെ കാണാൻ വന്നത് സ്വന്തം ഹസ്ബൻഡ് അടുത്ത് നിൽക്കുമ്പോൾ എക്സ് ഹസ്ബൻഡ് വന്ന് മീറ്റ് ചെയ്തിട്ട് ദിസ് ഈസ് മൈ എക്സ് ഹസ്ബൻഡ്, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എനിക്കത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു പക്ഷേ ഞാനിവിടെ ജനിച്ചു വളർന്നുകൊണ്ടാകാം അത് അവർക്കത് ഓക്കെ ആയിരിക്കും. പല കാര്യങ്ങളും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ കോപ്പി ചെയ്യുകയല്ല, ഒരാളുടെയും ജീവിക്കാനുള്ള റൈറ്റിനെ തെരഞ്ഞെടുപ്പിനുള്ള റൈറ്റ്, അതാണ് ഒരു ആളുടെ ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താകണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെ എന്തിടണമെന്നും ഒക്കെ അവർക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതിനെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല.